ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ നിരന്തരമായി ഇടപെടലുകൾ നടത്തി നന്മയുടെ പക്ഷത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങളെ ഈ അടുത്തൊരു ദിവസം അവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അതൊരു വേണ്ടാത്ത രീതിയിലേക്ക് പ്രചരിപ്പിച്ചതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി, മാറാക്കര പഞ്ചായത്ത്, അതിൻ്റെ മേൽഘടകങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ വരെ ഉൾപ്പെട്ട ഈ പ്രതികരണം ഇവിടെ ഉന്നയിക്കേണ്ടി വരുന്നത്. ബഹുമാന്യനായ MLA, നൂറുകണക്കിന് MLA ഇവിടെ ഉണ്ട്, 140ഓളം MLA അതിൽ ഒരുപാട് MLA നിയോജക മണ്ഡലങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് നാഷണൽ ഹൈവേ. പക്ഷെ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഏകദേശം 5 മിനിറ്റോളം ഉപക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രണ്ടത്താണിയുടെ ജനങ്ങൾ, അതായത് ആക്ഷൻ കൗൺസിലിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിയമസഭയിൽ വരെ നിരന്തരമായി ഇടപെടലിൽ നടത്തിയ ബഹുമാന്യനായ MLA ഒരു നന്മയുടെ പക്ഷത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ടായതുകൊണ്ടാണ് ഈ പ്രതികരണം ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത്. ഞങ്ങൾ രണ്ടത്താണിയിലെ പ്രയാസമനുഭവിക്കുന്ന ബഹുഭൂരിഭാഗം ജനങ്ങൾക്കൊപ്പം, ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. 2023 ജനുവരിയിൽ NHA ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടറെയും രണ്ടത്താണിയുടെ ടൗണിൽ സ്ഥലം സന്ദർശിപ്പിക്കുകയും അതിന് ബഹുമാന്യനായ MLA നേതൃത്വം കൊടുക്കുകയും ഈ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഹൈവേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈ ഓരോ മാസവും മലപ്പുറം ജില്ലയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന വികസന സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടാൻ വേണ്ടി പ്രത്യേക യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ബഹുമാന്യനായ MLA ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി NHA ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും മാത്രമല്ല ഈ ആക്ഷൻ കൗൺസിലിന്റെ അംഗങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അവരെ അവിടേക്ക് വിളിച്ചു വരുത്തി അവരെ കൂടി കൂട്ടി സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഏക MLA ആണ് ബഹുമാന്യനായ ഈ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന് പറയുന്ന MLA. അദ്ദേഹത്തെ ഈ അടുത്ത ദിവസം ഞങ്ങൾ ആരെയും ഒന്നും പറയുന്നില്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ആധിക്യം അവർക്കുണ്ടായത് കൊണ്ടാണ്. അവിടെ പള്ളി കിടക്കുന്നത് ഈ റോഡിന്റെ അപ്പൊളിയാണ്, മദ്രസ കിടക്കുന്നത് അപ്പൊളിയാണ്, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് UP സ്കൂൾ പഠിക്കുന്നത് അവിടെയാണ്, അതുപോലെ തന്നെ അംഗനവാടി അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിക്കാരുടെ ഏറ്റവും മുഖ്യ ആവശ്യമാണ് ആ ഒരു പ്രശ്നം. അതിനേക്കാൾ ഉപരി അവിടെ അയ്യൂബ് ഖാൻ കോളനി എന്നറിയപ്പെടുന്ന, അയ്യൂബ് ഖാൻ റോഡ് എന്നറിയപ്പെടുന്ന ആ റോഡിലൂടെ കടന്നു വരുന്ന വാട്ടറിന്റെ ഫ്ലോ സോഴ്സ് ഒക്കെ തന്നെ പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ UDFന്റെ പ്രതിനിധികളും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ അത് MLAയുടെയും MP-യുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ വളരെ ഹൃദയപരമായി പരിഹാരം കാണാൻ ശ്രമിച്ച ഒരു ബഹുമാന്യ ജനപ്രതിനിധിയാണ് MLA ആബിദ് ഹുസൈൻ തങ്ങൾ. എന്നാൽ അദ്ദേഹത്തെ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു വിഷയത്തിൽ വീഡിയോയിൽ പകർത്തുകയും അതിൽ അവസാനം പറയുന്ന വാക്കാണ് ഈ ഏറ്റവും യഥാർത്ഥത്തിൽ ഇതിൽ ജനങ്ങൾക്കിടയിലുള്ള ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കലല്ല ചില ആളുകളുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾ ആ സഹോദര ബുദ്ധി അവരോട് പറയുന്നത്, നമുക്ക് ഒന്നിച്ചു നിൽക്കാനാണ് ഈ ജനപ്രതിനിധികളൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ബഹുമാന്യനെ MP ഈ അടുത്ത കാലത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത കാലത്ത് ഇവിടെ 2 മാസം മുമ്പ് അവിടെ വന്നപ്പോൾ ഒരു ഒരു യുനാനി ഡിസ്പെൻസറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു സ്നേഹപരമായി സന്ദർശിക്കുന്നു എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെയും വീഡിയോയിൽ പിടിക്കാനും, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ഏക 5 മിനിറ്റിലേറെ എടുത്തുകൊണ്ട് അതിന്റെ എല്ലാ ഫെസിലിറ്റീസും വളരെ കൃത്യമായി സാഗൂതം സ്പീക്കർ ശ്രദ്ധിക്കുന്നത് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ലോകസഭയുടെ രേഖയിൽ പോലും രണ്ടത്താണിയുടെ പേര് പതിപ്പിച്ച ബഹുമാന്യനായ MP ET മുഹമ്മദ് ബഷീറിനെ പോലും വീഡിയോയിൽ എടുത്തുകൊണ്ട് അവരുടെ ദുരുദ്ദേശം ചോദ്യം ചെയ്യലുകളൊക്കെ ഞങ്ങൾക്ക് ആ
സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് ഇത് പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടുമായിരിക്കാം. പക്ഷെ നന്മ ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ഇങ്ങനെ പിന്നെ ജനങ്ങൾക്കിടയിൽ പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്? അതിൽ നിന്ന് അവർ പിന്മാറുകയും, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ വരെ മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്. എത്ര ത്യാഗമാണ് അവിടുത്തെ മെമ്പർമാർ അനുഭവിക്കുന്നത്, കൽപ്പകഞ്ചേരിയിലെ മെമ്പർമാർ അനുഭവിക്കുന്നത്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഒരുപാട് ത്യാഗപരമായ പ്രവർത്തനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ട് അതിന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഒരു പ്രതിയാക്കി മാറ്റുന്ന രീതി ശരിയല്ല. മുസ്ലിം ലീഗ് പാർട്ടി നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്. ഗെയിൽ വന്നപ്പോൾ ഇത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായതാണല്ലോ. ആ സമരത്തിന്റെ മുമ്പിലും ഈ ജനപ്രതിനിധി ബഹുമാന്യനായ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയും നിവേദനം കൊടുക്കുകയും അതുപോലെ തന്നെ ബഹുമാന്യനായ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹവും സന്ദർശിക്കാമെന്ന് പറയുകയല്ലാതെ ഉണ്ടായിട്ടില്ലല്ലോ. ഏതായാലും ഞങ്ങളിവിടെ പറയുന്നത്, നമുക്ക് ഈ പ്രശ്നത്തിന് നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ജനപ്രതിനിധികൾക്കൊപ്പം കൂട്ടായി നിന്നുകൊണ്ട് ഏറ്റവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു MLA, ജനകീയനായ MLA, ആ MLA നല്ല പ്രവർത്തനങ്ങളാണ് ഇതിൽ ഇടപെട്ട് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പേരിലുള്ള ഈ കോലാഹലങ്ങൾ അവസാനിപ്പിച്ച് രണ്ടത്താണിക്ക് പിന്നെ അണ്ടർപാസും അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടും നേടിയെടുക്കാനുള്ളതിന്റെ മുന്നിൽ മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും. ആരുമായി ചങ്ങാത്തം കൂടുന്നതിന് ഞങ്ങൾക്കെതിരല്ല. പക്ഷെ ആ ചെങ്ങാത്തത്തെ പ്രതിയാക്കി മാറ്റാനുള്ള ശ്രമം മുസ്ലിം ലീഗ് പാർട്ടി നല്ല കെട്ടുറപ്പുള്ള പാർട്ടിയാണ്. അത് പാടില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്.